ഹലോ എവരി വൺ വെൽക്കം ടു FSR ലൈവ്. അപ്പോൾ എൻസോ ടു മാൻ സിറ്റി കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ മാൻ സിറ്റി മാനേജർ മറിസ്ക പറഞ്ഞത് മാർക്കറ്റിൽ ഇന്ന് വലിയ തിരക്കൊന്നുമില്ലാത്ത ദിവസമാണ് മാൻ സിറ്റിനെ സംബന്ധിച്ച് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഫാബ്രീസിയൊക്കെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും മാൻ സിറ്റിക്ക് തിരക്ക് പിടിച്ചിട്ട് എൻസോൺ എടുക്കാൻ താല്പര്യമില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ചെൽസി ഇന്നലെ പറഞ്ഞത് 5 മണി വരെ സമയം കൊടുക്കുമെന്നായിരുന്നല്ലോ. ഫ്രൈഡേ 5 മണി വരെയാണ് സമയം കൊടുക്കാമെന്ന് പറഞ്ഞത്. സോ മാൻ സിറ്റി മാനേജർ ഇപ്പോൾ പറഞ്ഞു, ഫാബൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തത്, ഞങ്ങൾക്ക് അത്ര തിരക്കൊന്നുമില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. മറ്റ് പ്ലേയേഴ്സിൻ്റെ വേറൊരു ക്ലബിലുള്ള പ്ലേയേഴ്സിനെ പറ്റി അഭിപ്രായം പറയുന്നില്ല എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പിന്നെ റോഡ്രി ടു ബാർസലോണ എന്നുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡ്രി മാഞ്ചസ്റ്ററിലോട്ട് എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ ചർച്ചയാകുന്നു എന്നൊക്കെ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കാരണം പ്രോസസ്സിംഗ് ആണ്, തേർഡ് ബിഡ് പോകുന്നുണ്ട് എന്നൊക്കെയാണ് ഫാബ്രീസിയൊക്കെ റിപ്പോർട്ട് ചെയ്തത്. 3ാമത്തെ ബിഡിനായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കടന്നിട്ടുണ്ട് ബാർസലോണ എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഫാബാണ് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും അത് നടക്കാൻ സാധ്യത ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നടക്കാൻ മതി. കാരണം ഒരു 99.9% 50 മില്യൻ്റെ ബിഡും 60 മില്യൻ്റെ ബിഡും റിജക്ട് ചെയ്തതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിലുള്ളൊരു എമൗണ്ട് ആയിരിക്കാം മേ ബി ഒരു 70-75 മില്യൺ യൂറോയുടെ ഒരു ബിഡായിരിക്കാം മേ ബി ബാർസലോണ കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ മേ ബി നടക്കാനുള്ള സാധ്യത ഉണ്ട്. അത് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് ഒന്ന് നടക്കുമോ? പിന്നെ അൽവാരസ് ടു ബാർസലോണ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അൽവാരസ് തന്നെ പറഞ്ഞല്ലോ, എന്താ അൽവാരസ് ഇടപെട്ട രീതി ശരിയായിട്ടില്ല. കാരണം അൽവാരസ് വേൾഡ് കപ്പിൻ്റെ ഇടയിൽ തന്നെ വെറുതെ ഒരു അനാവശ്യമായിട്ട് മീഡിയാസിൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞു. അൽവാരസ് മീഡിയാസിൻ്റെ മുന്നിൽ നിന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം തനിക്ക് ബാർസലോണ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നും തൻ്റെ ഡ്രീം ക്ലബ്ബാന്നൊക്കെ പറഞ്ഞ് അത് മനസ്സിലാക്കേണ്ട കാര്യം 2029 വരെ നമ്മളെ അൽവാരസിനോട് അത്ലറ്റിക്കോ മാഡ്രിഡിൽ കരാറുണ്ട്. അപ്പോഴാണ് അൽവാരസ് വേൾഡ് കപ്പിൻ്റെ കളി നടക്കുന്നതിനിടയിൽ വേണ്ടി വർത്താനം പറഞ്ഞ്. അത് ശരിയായിട്ടില്ല സംഭവം. ആ കാര്യത്തിൽ അൽവാരസിന് തന്നെ മനസ്സിലായിട്ടുണ്ട്. അൽവാരസ് അത് ചെയ്ത് ശരിയായിട്ടില്ല എന്നൊക്കെയാണ് അൽവാരസ് പറഞ്ഞ് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കാരണം അൽവാരസ് ഇത് ഒഫീഷ്യലി മീഡിയാസിനോട് പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല. അൽവാരസ് ടീംമേറ്റ്സിനോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടുകളായിട്ട് വരുന്നത്. അൽവാരസ് ടു ബാർസലോണ എന്നുള്ള കാര്യത്തിൽ ഇനി ബാർസ അങ്ങനെ ഇടപെടൂല. കാരണം ഇനി എന്തെങ്കിലും നടക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അത് അൽവാരസിൻ്റെ ഭാഗത്തുനിന്ന്, അൽവാരസ് അവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ മാത്രമേ ഉള്ളൂ ബാർസ ഇടപെടുക. അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാർസക്ക് ഇടപെടുന്നതിനൊരു പരിധി ഉണ്ട്. മാക്സിമം ഇടപെട്ടിട്ടുണ്ട്. ബട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിന് ബാർസയിലോട്ട് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് ആദ്യം പറഞ്ഞതാണ്. കാരണം 2029 വരെ കരാറുണ്ടല്ലോ. അത് കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടക്കണം എന്നുണ്ടെങ്കിൽ അൽവാരസിനെ ഇനി വിചാരിക്കണം. പിന്നെ സിമിയോണിയായിട്ട് ചർച്ച നടത്തിയിരുന്നു അൽവാരസ് ക്യാമ്പിൽ നിന്ന്. അപ്പോൾ സിമിയോണി പറഞ്ഞത് ഈ കാര്യം അൽവാരസ് തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് സിഇഒയോട് സംസാരിക്കുന്നതാണ് നല്ലത് എന്നാണ് സിമിയോണി പറഞ്ഞത്. കാരണം സിമിയോണിക്കും അതിനപ്പുറത്തോട്ടൊന്നും അൽവാരസിന് വേണ്ടി അവിടെ ചെയ്യാനില്ല. മറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്യാം എന്നാണ് സിമിയോണി അവിടെ ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അൽവാരസ് ടു ബാർസലോണ എന്നുള്ള കാര്യം വളരെ സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാർസലോണക്ക് ഇപ്പോൾ ഒരു നല്ല പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ല. അപ്പോൾ ഹാൻസി ഫ്ലിക്ക് വിചാരിക്കുന്നതും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതും ആൻ്റണി ഗോർഡനെ മുന്നിൽ വെച്ച് കളിക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ആൻ്റണി ഗോർഡൻ അവിടെയും സൂട്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട്. മറ്റൊരു സാധ്യത നമ്മളെ സ്പോർട്ടിംഗ് CPയിലുള്ള ലൂയിസ് സുവാരസ് വരാനുള്ള സാധ്യതകൾ വരുന്നുണ്ട്. പക്ഷേ ലൂയിസ് സുവാരസ് ഒരിക്കലും ബാർസലോണക്ക് പറ്റിയൊരു പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊളംബിയൻ താരമാണ്. പക്ഷേ ഐ തിങ്ക് അതൊരു നല്ല ഡിസിഷനായിട്ട് തോന്നുന്നില്ല. ബാർസലോണയും മേ ബി അങ്ങനെ വിചാരിക്കാൻ സാധ്യത. ബാർസലോണ എന്തായാലും തിരക്ക് പിടിച്ചൊരു സ്ട്രൈക്കർ എടുക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. കാരണം ഒന്നെങ്കിൽ അൽവാരസ് അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങൾ നോക്കുക എന്നുള്ളതായിരിക്കും ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഫെറാൻ ടോറസ് ഓൾറെഡി നമ്മുടെ അടുത്ത് നിന്ന് പോയി. ഫെറാൻ ടോറസ് PSG കയറിയിട്ടുണ്ട്. ഹെർവിഗോ വിളിച്ചിട്ടുണ്ട്, ഫാബ്രിസിയൊക്കെ. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ പ്രോസസ്സിംഗ് ആണ്. ബാർസയെ സംബന്ധിച്ച് എന്ത് നടക്കും എന്നുള്ള കാര്യത്തിൽ ഈ വീക്കിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു കൺക്ലൂഷൻ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നാളെയാണ് ലാലിഗ തുടങ്ങുക. ആഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയത്. മറ്റൊരു കാര്യം, ബാർസയുടെ ഫസ്റ്റ് മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽഷ ആയിട്ടാണ് ലാലിഗയിൽ വരുന്നത്. അത് ആഗസ്റ്റ് 24 തോന്നുന്നു. ആഗസ്റ്റ് 24 എന്തായാലും ഇതൊക്കെയാണ് നിലവിലെ അപ്ഡേറ്റുകൾ. ബാസയ്ക്ക് ഒരു നല്ല സ്ട്രൈക്കർ ആവശ്യമുണ്ട്. പക്ഷേ ബാസ തിരക്ക് പിടിച്ചൊരു സ്ട്രൈക്കർ എന്തായാലും എടുക്കില്ല.
അതാണ് ബാർസയുടെ ഒരു സ്റ്റാൻഡ് നിലവിൽ. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. റോഡ്രി ടു ബാർസലോണ നടക്കുമോ? അതും സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത ഉണ്ട്, സാധ്യത ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ 99.9% സാധ്യത ഉണ്ട്. കാരണം അങ്ങനെയൊക്കെയാണല്ലോ. കാരണം നമ്മൾ ബാർസ നന്നായിട്ട് പണി എടുത്തിട്ടുണ്ട് റോഡ്രി ടു ബാർസലോണ ആ ഒരു ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട്. എന്തായാലും മാർക്കറ്റ് നല്ല ക്രൂഷ്യലായിട്ട് നിൽക്കുന്നൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.